ഇത് കണ്ടോ, നമ്മൾ തൂക്കുമ്പോൾ വരാത്ത ഫൈൻ ഡസ്റ്റുകളാണിത്. ഉറുമ്പിനെ വരെ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഉറുമ്പെടുക്കുന്നുണ്ടോ? ജോലിക്കും പോയിട്ട് വന്നിട്ട് പിന്നെ വന്ന് വീട്ടിലും തൂപ്പും തുളപ്പും ഭയങ്കര പാടല്ലേ. എനിക്കത് ഇഷ്ടമല്ല. ഇത്രയും നേരം റിലാക്സ് ആയിട്ട് ഇരുന്ന് ബുക്കൊക്കെ വായിക്കാനോ TV ഒക്കെ കാണാനോ പറ്റിയായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നല്ലേ. ആ തൂപ്പും തുളപ്പിന്റെ ജോലി ഒഴിച്ചിട്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നല്ലേ. ഹായ് ഗൈസ്, അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്റെ തൂപ്പും തുളപ്പിലെ ജോലി ഞാൻ വേറൊരാളെ ഏൽപ്പിച്ച് ആ ആളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാ, എന്റെ അമ്മിണിക്കുട്ടിയെ. അപ്പൊ എന്റെ അമ്മിണിക്കുട്ടിയെ പരിചയപ്പെടുത്താലോ? ബാ, ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ അമ്മിണിക്കുട്ടി. നിങ്ങൾ സുന്ദരിയായ വിലക്കാരി പ്രതീക്ഷിച്ചോ? റോബോട്ടാണ്, റോബോട്ട് കേട്ടോ. നമ്മുടെ ഫോണിൽ മാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്മാർട്ട് ലൈഫ് ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ മാപ്പ് എഡിറ്റിന് കാണിച്ചാൽ ഇത് മാപ്പ് നമ്മുടെ വീടിന്റെ ഫുൾ മാപ്പ് എടുത്ത് നമ്മുടെ ഫോണിൽ സേവ് ആക്കി തരും. പിന്നെ അതനുസരിച്ച് നമ്മൾ ക്ലീനിങ് എപ്പം ചെയ്യണോ നമുക്ക് ടൈം വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പം എല്ലാം ഫർണിച്ചേഴ്സ് ഒക്കെ നോക്കി ഇട്ടിട്ട് ക്ലീനിങ് ഇട്ടിരുന്നു അത് രാവിലെ എണീക്കുമ്പോഴത്തേക്ക് ഫുൾ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇട്ടേക്കും. മാക്സിമം വണ്ടിയിലൊക്കെ കയറിയത് ഇങ്ങനെ വൃത്തിയാക്കിക്കോളും. പ്രശ്നമൊന്നുമില്ല. നമ്മള് ഫർണിച്ചേഴ്സ് ഒക്കെ ഒന്ന് മാറ്റി കൊടുത്തിരുന്നു. എല്ലാം മുക്കും മൂലയും കയറി ക്ലീൻ ചെയ്ത് ഇതാണ് മാപ്പ്. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ മാപ്പാണ്. ഇപ്പോൾ ഈ ബ്ലൂ ലൈറ്റ് കാണുന്നതാണ് ഇതിപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കിച്ചണിലെ വരകൾ കണ്ടോ? ഈ വരകൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ ആ ഭാഗം അത് ക്ലീൻ ചെയ്തു എന്നുള്ളതാണ്. ബെഡ്റൂമിൽ കാണിക്കുന്നത് അതെല്ലാം ക്ലീൻ ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ ഇത് ലിവിങ് ഏരിയ ആണ് ക്ലീൻ ചെയ്യുന്നത്. പോകുന്നതാണ് ആ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ബ്ലൂ. അല്ല, ഗ്രീൻ കാണിക്കുന്ന ഹോമാണ്. അതായത് ഇതിൻ്റെ ചാർജിങ് പോയിന്റ് എവിടെ ഇട്ടേക്കുന്നോ അതാണ് ആ ഗ്രീൻ. ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് തന്നെ ക്ലീനിങ് ഓവർ, ഗോയിങ് ടു ഹോം ഫോർ ചാർജിങ് എന്ന് പറഞ്ഞുകൊണ്ട് ചാർജിങ് ഏരിയയിൽ പോയി ഇരുന്നോളൂ. ആ ഭാഗമൊക്കെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആക്കിയിട്ടേക്കുക, കാരണം അവിടെ ക്ലീൻ ചെയ്യാൻ കയറാൻ പറ്റില്ലാത്തതുകൊണ്ട്. ബാക്കി വീഡിയോ എന്നിട്ട് ഇങ്ങനെ തെറ്റിട്ടാണ് റീൽസ് സ്ക്രോൾ ചെയ്ത് കണ്ട് സുഖം ചെയ്യാൻ കിടക്കുക. അത് ക്ലീൻ ചെയ്യും നമ്മൾ അത് ക്ലീൻ ചെയ്യും നമ്മൾ ഇനി ഇത് തിരിച്ച് ഇതിന്റെ ഹോമിൽ പോകാം. One person wants to not get all that. Having like barely any disguise is ഇപ്പോൾ ക്ലീനിങ് കഴിഞ്ഞത് ഹോമിൽ വന്നിരിക്കും. നമ്മളുടെ പണിയെന്ന് വെച്ചാൽ ഡസ്റ്റ്ബിൻ ക്ലീൻ ചെയ്ത് വിടാം. ഡസ്റ്റ്ബിൻ ക്ലീൻ ചെയ്യും. ഇവിടെ ഒരു നോബുണ്ട്. ആ നോബിൽ പ്രസ് ചെയ്ത് താഴോട്ടാക്കുമ്പം ഇതിങ്ങനെ ഇറങ്ങി വരും. ഇതാണ് ഇതിൻ്റെ ഡസ്റ്റ്ബിൻ. ഇതിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ ഡസ്റ്റ്ബിൻ നമ്മൾ എടുക്കും. എന്നിട്ട് ഇതാണ് ഇവിടെ ഓപ്പൺ കണ്ടോ, ഇത്രേ ഡസ്റ്റ് ഉണ്ടായിരുന്നു കണ്ട. ഇത്രയും പാവ ക്ലീൻ ചെയ്ത്. പിന്നെ ഇതിനകത്ത് ഇത് കണ്ടോ, ഇങ്ങനൊരു ഹെപ്പ ഫിൽറ്റർ കൂടെ ഉണ്ട് കണ്ടോ. നമുക്കിനി ക്ലീൻ ചെയ്ത് നോക്കാം. വാ. ഈ ഹെപ്പ ഫിൽറ്റർ എന്ന് വെച്ചാൽ നല്ല ഫൈൻ ഡസ്റ്റ് വരെ ഇത് ക്ലീൻ ആക്കും. കണ്ടോണേ.
ഇപ്പം വലിയ പൊടിയില്ല, നമ്മളെല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട്. ആ ഫൈൻ ഡസ്റ്റ് വരെ ഇത് ക്ലീൻ ചെയ്യും. ഇതൊക്കെ കണ്ടോ, നമ്മൾ തൂക്കുമ്പോൾ വരാത്ത ഫൈൻ ഡസ്റ്റുകളാണിത്. ഉറുമ്പിനെ വരെ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഉറുമ്പൊക്കെ കണ്ടോ, ഇത് നമുക്ക് വേസ്റ്റ് ആണ്. അപ്പോൾ ഡസ്റ്റ് നമ്മൾ ക്ലീൻ ചെയ്ത്, ഇത് ഡസ്റ്റ് മാത്രമല്ല മോപ്പും ചെയ്യും. മോപ്പ് ചെയ്യാൻ കണ്ടേ, ഇവിടെ കണ്ടോ ഓപ്പൺ, ഇത് തുറന്നിട്ട് ഇവിടെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കും, ഞാൻ കുറച്ച് ലൈസോളൂടെ ഒഴിക്കും. നമ്മൾ മലയാളികൾക്ക് ഇച്ചിരി മണമൊക്കെ വേണ്ടേ, അത് ലൈസോൾ ഒഴിച്ചു കൊടുക്കും. ഈ തരം മോപ്പാണ് ഇത്. 2 മോപ്പുമാണ്. നമ്മളിത് നനച്ച് ഒന്ന് പിഴിഞ്ഞിട്ട്, ഇതാണ് അതിൻ്റെ ഹോൾഡർ. ഇവിടെ നിന്ന് ഇങ്ങനെ അകത്തോട്ട് കയറ്റി ഇങ്ങനെ ഒട്ടിച്ച് വെക്കും. ഒട്ടിച്ച് വെച്ചിട്ട് ഇവിടെ ഇവിടെ 2 ഹോളുണ്ട്, ഇതിന് 2 നോബുണ്ട്. അത് രണ്ടും ഇങ്ങനെ കയറ്റി വെക്കുക, ഫിക്സായി. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഇതിനകത്തൂടെ വെക്കുമ്പോഴത്തേക്ക് ഇത് ഓട്ടോമാറ്റിക് മോപ്പിംഗ് മോഡിലേക്ക് പോകും. പിന്നെ നമ്മൾ ക്ലീനിങ്ങിന് വിടുമ്പോൾ ഇത് മോപ്പൂടെ ചെയ്ത് വിടും. മോപ്പൊക്കെ ചെയ്ത് വിടുമ്പോൾ നല്ല വൃത്തിയായിട്ടാണ് മോപ്പ് ചെയ്യുന്നത്, നല്ല ക്ലീൻ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ബ്രഷസ് കാണിക്കും. വേണ്ട, ഇതാണ് ഒരു ബ്രഷ് ഇങ്ങനെ വലിച്ചെടുത്തിട്ട് മുടിയൊക്കെ ഇങ്ങനെ കറക്കും. ആ മുടിയെല്ലാം വൃത്തിയാക്കിയിട്ട് നമുക്ക് പിന്നെയും ഒരു ഷേപ്പ് നോക്കിയിട്ട് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതാവും. അടുത്ത ബ്രഷ് ഇതാണ് അടുത്ത ബ്രഷ്. ഇത് ഇവിടെ 2 നോബുണ്ട്. ഇവിടെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കാം. എന്നിട്ട് കണ്ടോ മുടി, ഈ മുടിയെല്ലാം നമ്മൾ സിസർ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഇതിന് കൂട്ടത്തിൽ ഒരു ബ്ലേഡ് കിട്ടുന്നുണ്ട്, ആ ബ്ലേഡ് യൂസ് ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം. ക്ലീൻ ചെയ്തിട്ട് ഇത് തിരിച്ച് ഇതുപോലെ തന്നെ ഈ ഒരു ഷേപ്പ് അനുസരിച്ച് ഇതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് തിരിച്ചു വെക്കാം. എന്നിട്ട് ഇത് കണ്ടോ, ഇവിടെ പ്രസ്സിംഗ് നോബ് ഉണ്ട്, അത് അങ്ങോട്ട് കയറ്റുക. ഇതിപ്പോൾ ലോക്കായി. ഇത്രയും ബ്രഷസ് ആണ് ഇതിനകത്തുള്ള. ആക്ച്വലി ഇതും ഓപ്പൺ ചെയ്യണം. ഇത് പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഭയങ്കര ടൈറ്റ് ആണ്, ചേച്ചി ചെയ്യേണ്ട, ചേട്ടനെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ മതി. 6 മാസം കഴിഞ്ഞ് ചേട്ടൻ വരുമ്പോൾ ചേട്ടനെ കൊണ്ട് ഇത് ഓപ്പൺ ചെയ്യിക്കാം. എന്നിട്ട് പിന്നെ നമ്മളിത് തിരിച്ചിടക്കുക. മോപ്പ് ചെയ്യുന്നില്ല, ഞാൻ ഇന്നലെ മോപ്പ് ചെയ്തതേ ഉള്ളൂ, അതുകൊണ്ട് അത് നൂരി നമുക്ക് മാറ്റി. എന്നിട്ട് നമ്മള് തിരിച്ച് ഇതിപ്പം നെക്സ്റ്റ് ഡസ്റ്റിംഗ് റെഡി ആയിട്ടുണ്ട്. നമുക്കിപ്പം ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു മാപ്പ് ഉണ്ട്, ഫസ്റ്റ് ഫ്ലോറിൽ ഒരു മാപ്പ് ഉണ്ട്. ഫസ്റ്റ് ഫ്ലോറിലെ മാപ്പ് നമ്മൾക്ക് കൊണ്ടുപോകണം, അത്രയ്ക്കൊന്ന് റോബോട്ട് ആയില്ലെങ്കിൽ ഭാവിയിൽ റോബോട്ട് ഉണ്ടാവും തന്നെ സ്റ്റെപ്പ് കയറി ക്ലീൻ ചെയ്യുന്നത്. ഇപ്പൊ തൽക്കാലം ഇതൊക്കെ ഉള്ളൂ. പിന്നെ ഇതിന് 3 വേരിയന്റ് ഉണ്ട്. ഇത് സിമ്പിൾ വേരിയന്റ് ആണ്, നമുക്കിപ്പോ ഡെയിലി ഡസ്റ്റ് ക്ലീൻ ചെയ്യാന്നുള്ളതാണ്, ഡെയിലി ഡസ്റ്റ് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതന്നെയാണ്. പിന്നെ സെക്കൻഡ് വെച്ചാല് ഡസ്റ്റ് മാത്രം 3 മന്ത്സിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതുണ്ട്. അതിന് 46 50 സംതിങ് ആയിരുന്നു. പിന്നെയെന്ന് വെച്ചാൽ വാട്ടർ സ്റ്റോർ ചെയ്ത് വെക്കാം 3 മന്ത്സിലേക്ക്. പിന്നെ അത് ഒന്നും ചെയ്യണം, നമ്മൾ ഡെയിലി ക്ലീനും മോപ്പും ചെയ്തോളൂ. അതിനകത്ത് അതിന് വേണ്ടിയിട്ടുള്ള വാട്ടറും കാണും, ഡസ്റ്റ് സ്റ്റോറേജും കാണും. അതിന് 70 60 സംതിങ് ആണ്. നമുക്കിപ്പോ ഇന്നും ഡെയിലി യൂസിന് വേണ്ടിയിട്ടുള്ളതായത് നമ്മൾ ഇതാണ് വാങ്ങിച്ചത്. നല്ലതാണ്, കമ്പാറ്റബിൾ ആണ്, യൂസ്ഫുൾ ആണ്, ആക്ച്വലി ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. എനിക്ക് ഭയങ്കര ആശ്വാസം ഉള്ളത്. എനിക്ക് മുറ്റമൊക്കെ തൂക്കുന്ന സമയത്ത് ഇതങ്ങോട്ട് ഓൺ ചെയ്തിട്ടിരുന്നാൽ ഞാൻ മുറ്റം തൂത്ത് കഴിയുമ്പോഴത്തേക്ക് വീടെല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഇടും. എൻ്റെ അടുത്ത് വന്നിത് ആൾക്കാർ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ വീട് വൃത്തിയാക്കുന്നത് ഞാൻ വൃത്തിയാക്കുന്നില്ല, എൻ്റെ അമ്മണിക്കുട്ടി വൃത്തിയാക്കുന്നതാണെന്ന്. അതുകൊണ്ട് ആക്ച്വലി ഞാൻ ഗ്യാരണ്ടിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ഒരു എക്കോബോക്സിന്റെ കമ്പനിയിൽ പോവുക, അവരുടെ പേജ് ഉണ്ട്, അതിനകത്ത് ഫ്രീ ഡെമോന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അവർ വീട്ടിൽ വന്ന് ഡെമോ കാണിച്ച് എങ്ങനെയുണ്ടെന്ന് നമ്മൾ നോക്കിയിട്ട് വാങ്ങിയാൽ മതി. ഇവിടെ വന്ന് ഡെമോ കാണിച്ചിട്ടാണ് ഞങ്ങൾ വാങ്ങിയത്. എൻ്റെ അമ്മണിക്കുട്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കണേ.